അശ്വിൻ ശ്രുതിയുടെ ഇന്നത്തെ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. അഞ്ജലിയുടെ സീമന്തത്തിന്റെ ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്ത് ശ്യാമിന്റെ അടുത്ത് മനോരമ പറയുന്നുണ്ട്, നീ ഇങ്ങനെ അവളുടെ പുറകെ തന്നെ നടക്ക്. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിനക്ക് ഇതുവരെ സാധിച്ചോ? നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആന്റി. സീമന്തത്തിന് അവളുടെ കുഞ്ഞുണ്ടെങ്കിലല്ലേ ആ ചടങ്ങ് നടത്താൻ പറ്റൂ. അതിനു മുൻപേ അവളെയും അവളുടെ കുഞ്ഞിനെയും ഞാനങ്ങ് പറഞ്ഞു വിട്ടോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. നിന്നെ കൊണ്ടേ ഈ വാക്കുകൊണ്ട് പറയാൻ മാത്രമേ സാധിക്കൂ. ഇപ്പൊ എന്ന് പറഞ്ഞതേ ശ്രുതിയുടെ കൂടെ അശ്വനും ആകാശും പ്രീതിയൊക്കെയുണ്ട്. അവര് 4 പേരും ഒറ്റക്കെട്ടാ. നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അശ്വിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്ത കാരണാ. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അഞ്ജലിയുടെ ജീവനോ അഞ്ജലിയുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാല് അതിനുത്തരവാദി നീയാണെന്ന് അശ്വിനറിയാം. നിന്നവൻ ഭൂമിയിൽ വെച്ചേക്കില്ല, നോക്കിക്കോ. അതാ ഞാൻ പറഞ്ഞത്, മുൻപ് തന്നെ നീ ഇത് ചെയ്യണമായിരുന്നു. ഇപ്പൊ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്താല് നിന്നെ ചുമ്മാ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും ആലോചിക്കാൻ നോക്ക്. അല്ലെങ്കിലും ആന്റി, ഇപ്പൊ അവളും അവളുടെ കുഞ്ഞുവാ എന്റെ ജീവൻ നിലനിർത്തുന്നത്. ഈ വീട്ടില് ഞാൻ നിൽക്കുന്നത് അഞ്ജലിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രാ. അതല്ല, അഞ്ജലി സത്യങ്ങളെല്ലാം അറിഞ്ഞാല് അഞ്ജലി തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. അതിനു മുൻപേ കിട്ടേണ്ടതെല്ലാം എനിക്കിവിടുന്ന് എടുത്ത് നാട് വിടണം. അശ്വിൻ അഞ്ജലിയുടെ പേരില് കുറച്ചൊന്നുമല്ല ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പല ബിസിനസ്സും അഞ്ജലിയുടെ പേരിലാ അശ്വിൻ തുടങ്ങിയിരിക്കുന്നത്. അതൊക്കെ നീ തട്ടിയെടുക്കുമെന്നാണോ പറയുന്നേ? അഞ്ജലിയുടെ അക്കൗണ്ടിലെ പൈസയൊന്നും എടുക്കാനേ അത്ര വലിയ പണിയൊന്നുമല്ല. അതൊന്നും പോരെ എനിക്ക്. അശ്വിനെ എനിക്ക് 0 നിർത്തണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവൻ ഇതിലൂടെ തെണ്ടി നടക്കണം. അവന്റെ സ്വത്തെല്ലാം എന്റെ കൈക്കുള്ളിലിരിക്കണം. അതിനെനിക്ക് അഞ്ജലിയുടെ സഹായം കിട്ടിയേ പറ്റൂ. അതിന് അഞ്ജലിയെ കയ്യിലെടുക്കണം. നീ എന്തൊക്കെയാ പറയുന്നേ? അന്ന് അഞ്ജലി തന്നെയല്ലേ പറഞ്ഞത്, അശ്വിന്റെ ഒരു സ്വത്തും എനിക്ക് വേണ്ട, ബാങ്കില് നീ എന്റെ പേരിലിട്ടിരിക്കുന്ന പൈസ മുഴുവൻ നീ തന്നെ എടുത്തോ എന്നൊക്കെ. എന്നിട്ടിപ്പോ അശ്വിന്റെ സ്വത്ത് ചോദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കും. ഇപ്പൊ തന്നെ അശ്വിനോട് ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങ് ഊതി പെരുപ്പിക്കും. പിന്നീട് ചേച്ചിയും അനിയനും തമ്മില് പ്രശ്നം മുറുകും. അങ്ങനെ സ്വത്തുക്കളെല്ലാം അഞ്ജലിയുടെ കൈക്കുള്ളിലാവും. അപ്പൊ പിന്നെ അതെന്റെ പേരിലാക്കാനേ അത്ര സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത്രയും വിശ്വാസാ അഞ്ജലിക്ക് എന്നെ. എന്തായാലും നീ കരുതുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നാ മതി. എന്നാ തന്നെ ഭാഗ്യം എന്നും പറഞ്ഞ് മനോരമ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അശ്വിനെയും അതുപോലെ ശ്രുതിയെയും ആയിരിക്കും. അശ്വിൻ ദേഷ്യത്തില് ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ശ്രുതി, എനിക്ക് ആ ശ്യാമിനെ ഓർക്കുമ്പോ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവനെന്ന് എന്നെ വെല്ലുവിളിച്ചു. നമ്മളെ കൊണ്ടൊന്നും അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്ന്, ഒരു തെളിവും അവനെതിരെ കിട്ടില്ല എന്നൊക്കെയാ അവൻ പറയുന്നേ. ദേ അശ്വിൻ സാറേ, അയാള് പറയുന്നൊന്നും കേട്ട് വെറുതെ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കണ്ട. ഇപ്പൊ BP ഒക്കെ ഒന്ന് നോർമലായി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ അയാളുടെ വാക്കും കേട്ട് വെറുതെ എന്തിനാ ആരോഗ്യം നശിപ്പിക്കുന്നേ? അയാളെ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. അഞ്ജലി ചേച്ചിക്കും കുഞ്ഞിനും കാവലായിട്ട് നമ്മളില്ലേ? കുഞ്ഞിനെയും അഞ്ജലി ചേച്ചിയെയും അവനൊന്നും ചെയ്യില്ല. പിന്നെ എത്ര നാൾ അവനോടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും? അവനെ നമ്മള് ഇവിടുന്ന് പുറത്താക്കിയിരിക്കും. തെളിവെല്ലാം ദൈവം നമുക്ക് കൊണ്ടുതരും. വെറുതെ വാശിക്ക് അതും ഇതൊന്നും ചെയ്യരുത്. ഇപ്പൊ അവന്റെ ലക്ഷ്യം ഒന്നേ ഉണ്ടാവൂ, അശ്വിൻ സാറിനെയും അഞ്ജലി ചേച്ചിയും തമ്മിൽ തെറ്റിക്കുക എന്ന്. എന്നാലല്ലേ അവൻ വിചാരിച്ച പോലെ കാര്യമൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് അതിനുള്ള പുറപ്പാടാ. അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും അശ്വിൻ സാറ് ചെയ്യരുത്. ഒരു തെറ്റിദ്ധാരണ മതി ചേച്ചിയുടെ മനസ്സില്. അതിങ്ങനെ കിടന്ന് വീർപ്പിച്ച് അവനൊരു ബലൂണ് പോലെ ആക്കി പൊട്ടിത്തെറിപ്പിക്കും. അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. അവനെ അവന്റെ പാട്ടിന് വിട്ടേക്ക്. തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടും എന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. എന്റെ കൃഷ്ണൻ അതെനിക്ക് കൊണ്ടുതരും എന്നൊക്കെ ശ്രുതി പറയുന്നു. സമാധാനത്തിലിരിക്കുക. അങ്ങനെ ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെ ആയിരിക്കും. റൂമിലിരിക്കുന്ന അഞ്ജലിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോയി വിൽക്കാം. എന്നിട്ട് അത് പ്രീതിയോ ശ്രുതിയോ എടുത്തു എന്നുള്ള രീതിയിൽ സംസാരിക്കാം. അതവരെടുത്തു എന്ന് അഞ്ജലിയുടെ മനസ്സിൽ തോന്നിയാല് പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പാവും. അഞ്ജലിയെയും പ്രീതിയെയും ശ്രുതിയെയും തെറ്റിക്കാന് ഇത് നല്ലൊരവസരാ. ഇനിയിപ്പോ 1-2 ആഭരണങ്ങള് അവളുടെ ആ ശ്രുതിയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം. അതിനായിട്ട് അഞ്ജലിയുടെ ആഭരണങ്ങളെല്ലാം നോക്കുന്നുണ്ട്.
അതിലാണെങ്കിൽ കുറച്ച് ആഭരണം മാത്രമേ ഉണ്ടാവൂ. ബാക്കിയെല്ലാം ലോക്കറിൽ കൊണ്ടുവച്ച് കാണും. അങ്ങനെ ഉള്ളതെല്ലാം പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് ആഭരണങ്ങൾ മാറ്റിവെച്ച് ബാക്കിയെല്ലാം തൻ്റെ ആവശ്യത്തിനായി കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. ആരും അറിയാതെ റൂമിലോട്ട് കയറി ശ്രുതിയുടെ ബാഗില് ആഭരണം വെക്കുന്നു. അഞ്ജലിയാണെങ്കിൽ ഈ ചടങ്ങിനായിട്ട്, സീമന്ത ചടങ്ങിനായിട്ട് ആഭരണങ്ങളൊക്കെ നോക്കുവാണ്. അപ്പോ ആഭരണമൊന്നും കാണുന്നുണ്ടായിരിക്കില്ല. അങ്ങോട്ടേക്ക് ശ്യാം വരുന്നുണ്ട്. അല്ല അഞ്ജലി, നീ എന്താ നോക്കുന്നേ? അല്ല ശ്യാമേട്ടാ, ഞാൻ എൻ്റെ ആഭരണം നോക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ തിരയുമായിരുന്നു. അങ്ങനെ ഞാനും കൂടെ തിരയാൻ കൂടാ എന്നും പറഞ്ഞ് ശ്യാമും നോക്കുന്നുണ്ട്. എവിടെയും ആഭരണം ഉണ്ടായിരിക്കില്ല. എന്നാ ഇത് കണ്ട് അഞ്ജലി ഒന്ന് പേടിക്കുന്നുണ്ട്. ശ്യാമേട്ടാ, എനിക്ക് യൂസ് ചെയ്യാനുള്ള ആഭരണങ്ങൾ മാത്രം ഇവിടെ വെച്ച് ബാക്കി ലോക്കറിൽ കൊണ്ടുവച്ചിരുന്നു. പക്ഷേ ഇപ്പൊ ഇവിടെ വെച്ച് ആഭരണം കാണുന്നില്ലല്ലോ. ഞാൻ എവിടെയാ ശ്യാമേട്ടാ വെച്ചത്? നിനക്ക് ഓർമ്മയില്ലാത്തോണ്ടാവും. നീ ഒന്നും കൂടെ നോക്ക്. എവിടെ നോക്കിയിട്ടും ആഭരണങ്ങൾ ഉണ്ടാവില്ല. അഞ്ജലി പറയുന്നുണ്ട് ശ്യാമിന്റെ അടുത്ത്. ശ്യാമേട്ടാ, ആഭരണം കാണുന്നില്ല. അത് ആരോ എടുത്തതാ. ആരെടുക്കാൻ എൻ്റെ അഞ്ജലി? ഈ വീട്ടിൽ നിന്ന് ആരെടുത്തു എന്നാ നീ പറയുന്നേ? പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എടുക്കാവല്ലോ. വീടിനുള്ളിൽ ആരും എൻ്റെ ആഭരണങ്ങളൊന്നും മോഷ്ടിക്കില്ല. പിന്നെ രാമേട്ടൻ ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാ ജോലിക്കായിട്ട്. ഒരിക്കലും രാമേട്ടനും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് വേറെ ആരോ എടുത്തതാ, അല്ലാതെ ആഭരണം എങ്ങോട്ടും പോവില്ല. നീ ആരെയും സംശയിച്ച് സംസാരിക്കല്ലേ. അവർക്കൊക്കെ അത് മതി. ആകെ കൂടെ വിഷമാവും. ഞാനതിന് ഇവിടെ ആരെയും സംശയിക്കുന്നില്ലല്ലോ ശ്യാമേട്ടാ. എന്തായാലും മുത്തശ്ശിയോടും അശ്വിനോടൊക്കെ ഇതൊന്ന് പറയട്ടെ. അങ്ങനെ മുത്തശ്ശിയോടും അശ്വിൻ്റെ അടുത്തും പോയി കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആഭരണം കാണാത്തതുകൊണ്ട് ശ്രുതിയും പ്രീതിയും വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ചേച്ചി നേരെ നോക്കിയോ? അവിടെയൊന്നും കണ്ടില്ലേ? ഇല്ല ശ്രുതി, ഞാൻ അവിടെ എല്ലായിടത്തും നോക്കി. അപ്പൊ പിന്നെ ആഭരണം എവിടെ പോയി? അല്ല മുത്തശ്ശി, നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്താലോ? വേണ്ട അശ്വിൻ, ഇപ്പൊ കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട. എന്തായാലും അഞ്ജലിയുടെ സീമന്ത ചടങ്ങ് കഴിയട്ടെ, എന്നിട്ട് മതി കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാൻ. ഈ സമയത്ത് ഇവിടെ പോലീസൊക്കെ കയറി ഇറങ്ങുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാ. എന്നാലും അതാരായിരിക്കും എടുത്തു കാണുക എന്നിങ്ങനെ അഞ്ജലി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയായിരിക്കും. ശ്രുതി അങ്ങനെ അഞ്ജലിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാണും. ഒരു കുഞ്ഞു കാറായിരിക്കും. അങ്ങനെ ശ്രുതി ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുക. അപ്പോഴായിരിക്കും ശ്രുതിക്ക് ഇത് ഓർമ്മ വന്നത്. അഞ്ജലി ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. അത് ഞാൻ തരാൻ മറന്നതാ. അങ്ങനെ ബാഗിൽ നിന്ന് ആ കാറ് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ബാഗിൽ നിന്ന് അഞ്ജലിയുടെ ആഭരണം നിലത്തോട്ട് ചാടുന്നത്. അഞ്ജലി ചേച്ചി, ഇത് ഞാനേ ചേച്ചിക്ക് വാങ്ങിച്ചതാ. കുഞ്ഞു വാവയ്ക്ക് എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് എന്നും പറഞ്ഞ് ഒരു കുഞ്ഞു കാറ് കൊടുക്കുന്നുണ്ട്. അഞ്ജലിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. നിലത്ത് കിടക്കുന്ന മാല ശ്രുതിയും ശ്രദ്ധിച്ചു കാണില്ല, അഞ്ജലിയും ശ്രദ്ധിച്ചു കാണില്ല. ശ്യാമിനാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ശ്രദ്ധയാണല്ലോ. ശ്യാമാണെങ്കിൽ ആ മാല ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, ഇത് ശ്രുതിയുടെ ബാഗിൽ നിന്ന് ചാടിയതാണല്ലോ. ശ്രുതിയുടെ മാലയാണോ? ഇങ്ങനെ കെയർഫുൾ ആയിട്ടൊക്കെ മാലയൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇത് സ്വർണ്ണമല്ലേ? ഇത് എൻ്റെ മാലയല്ലല്ലോ. ഇത് ശ്രുതിയുടെ ബാഗിൽ നിന്ന് ചാടിയതാ. അത് ശ്യാമേട്ടാ നോക്കട്ടെ. അങ്ങനെ നോക്കുന്ന സമയത്ത് അത് അഞ്ജലിയുടെ മാലയായിരിക്കും. ഇത് കണ്ട് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി, ഇത് എൻ്റെ മാലയാണല്ലോ. ഇതെങ്ങനെയാ നിന്റെ ബാഗിൽ വന്നേ? എനിക്കറിയില്ല അഞ്ജലി ചേച്ചി, ഞാൻ എടുത്തിട്ടില്ല. അഞ്ജലി ചേച്ചിക്ക് എന്നെ സംശയമുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിന്റെ ബാഗിൽ നിന്ന് ചാടിയതാണെന്നല്ലേ പറഞ്ഞത്? അതെ അഞ്ജലി, ഇത് ശ്രുതിയുടെ ബാഗിൽ നിന്ന് തന്നെ ചാടിയതാ. ഞാൻ കരുതി ശ്രുതിയുടെ ആഭരണമാണെന്ന്. അങ്ങനെ ബാഗ് ഒന്നുകൂടെ നോക്കുമ്പോൾ അതിലൊരു മാല കൂടെ കാണുന്നുണ്ടായിരിക്കും. ചേച്ചി, ഇതിൽ ഒരു മാല കൂടെ ഉണ്ട്. ചേച്ചി, ഇത് ഞാൻ എടുത്തതല്ല. ചേച്ചി എന്നെ സംശയിക്കല്ലേ എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നു. അഞ്ജലിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ശ്രുതിയുടെ മേലെ തോന്നുന്നുണ്ട്. എന്നാൽ അത് പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല. മുത്തശ്ശിയും പ്രീതിയും ആകാശും മനോരമയും മോഹനനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവരോടെല്ലാം ഇത് പറയുന്നു. ശ്രുതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. സമാധാനിപ്പിക്കാനായിട്ട് അശ്വിൻ ശ്രുതിയുടെ അരികത്തോട്ട് വരുന്നുണ്ട്. ശ്രുതി, നീ എന്തിനൊക്കെ അറിയുന്നേ? നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ചേച്ചി ഇവളെ സംശയിക്കുന്നുണ്ടോ? ദേ കുഞ്ഞാ, നീ വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കങ്ങനെ സംശയമൊന്നുമില്ല. പിന്നെ മാല ഇവളുടെ ബാഗിൽ നിന്ന് കിട്ടിയപ്പോൾ അത് കരുതി അവളാണ് എടുത്തതെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എന്നാലും മാല എങ്ങനെയാ ശ്രുതിയുടെ ബാഗിൽ വന്നത്? ഇതാരോ വേണമെന്ന് കരുതിയിട്ട് ശ്രുതിയുടെ ബാഗിൽ ഇട്ടതാ എന്നൊക്കെ അശ്വിൻ സംശയിക്കുന്നുണ്ട്. ശ്യാമിന്റെ മുഖത്തോട്ട് ദേഷ്യത്തിലിങ്ങനെ അശ്വിൻ നോക്കുന്നു.